എന്നെ മുമ്പും തല്ലിയിട്ടുണ്ട്. ഞാൻ ഗർഭിണിയായിരുന്ന വരെ തല്ലിയിട്ടുണ്ട്. ഈ തല്ലിയത് എന്നോടുള്ള വൈരാഗ്യത്തിലല്ല, വേറെ ഒരു സ്റ്റാഫുമായിട്ടുള്ള പ്രശ്നത്തിലാണ് എന്നെ തല്ലിയതെന്ന് പറയുന്നു. സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഇങ്ങനെ തല്ലുന്നു. അദ്ദേഹം ജയിലിൽ പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ ടെസ്റ്റിമോണി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ തല്ലിയ ആളും തല്ലുകൊണ്ടയാളും ഒരു സൗഹൃദം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരടുപ്പമുള്ള രണ്ടുപേർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്നെ തല്ലിപ്പോയി, അതിൻ്റെ പേരിൽ അത് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുക. പക്ഷെ പോലീസ് പെരുമാറിയ രീതിയിലാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. കാരണം ഇത് ഒരാളെ മുഖത്തടിച്ച് മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ജാമ്യം കിട്ടാത്ത ഒന്നിലധികം കുറ്റങ്ങൾ നമുക്കതിൽ ചാർജ് ചെയ്യാൻ കഴിയും. ഇതൊരാളെ കായികമായി ഉപദ്രവിക്കുക എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ മൊഡസ്റ്റിയെ മോശം വാക്കുകൾ ഉപയോഗിച്ചു. അത് വേറെ ആരും കേട്ടാൽ അതല്ല പ്രശ്നം. ഇപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ അവരുടെ ബോസ് കായികമായി ഉപദ്രവിക്കുക, മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലമായൊരു ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല അതിൽ ആ സ്ത്രീയുടെ മൊഡസ്റ്റിയെ തകർക്കാനുള്ള ശ്രമം കൂടിയുണ്ട്. രണ്ട്, അവരെ മുറിവേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു തന്നെയാണ്. ഒരടി അടിക്കുകയല്ല ചെയ്യുന്നത്, ഒന്നിലധികം തവണ അടിക്കുകയും മോബ് സ്റ്റിക്ക് വെച്ച് അടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ മുറിവേൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. പോലീസ് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റം തന്നെ ചുമത്താം. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന FIR-ൽ അതൊന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചിരി വന്നു പോയത്, 2 തവണ അവരുടെ മുഖത്തടിച്ച് അവരുടെ മാനഹാനി വരുത്താൻ ശ്രമിച്ചു എന്നാണ്. ഈ മാനഹാനി എന്ന് പറയുന്ന സാധനം പോലീസിൻ്റെ പർവ്യൂവിൽ വരുന്ന സാധനമല്ല. മാനഹാനി എന്നൊക്കെ പറയുന്നത് കോടതി തീരുമാനിക്കുന്നത്. ഒരാൾക്ക് ഡിഫമേഷൻ ഉണ്ടായി, നാണക്കേടുണ്ടായി എന്നുള്ളത് കോടതിയിൽ പോകുന്ന കേസാണ്. ഇത് BNS പ്രകാരം, IPCക്ക് പകരമുള്ള BNS പ്രകാരം ഈ ചെയ്ത ആൾക്കെതിരെ എടുക്കേണ്ട ചില കേസുകളുണ്ട്. അത് ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത്, ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ളത്, ചീത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത്, അവരെ പരിക്കേൽപ്പിച്ചു, ആശുപത്രിയിൽ ചികിത്സ തേടാൻ പാകത്തിനുള്ള മുറിവേൽപ്പിച്ചു, അതെല്ലാം ജാമ്യം കിട്ടാ വകുപ്പുകൾ ചാർത്താവുന്ന കുറ്റങ്ങളാണ്. ഇതൊന്നും ചാർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, മുഖത്ത് 2 തവണ അടിച്ച് മാനഹാനി വരുത്തിയെന്നാണ് പോലീസിൻ്റെ FIR-ൽ എഴുതി വെച്ചിട്ടുള്ളത്.